എൻ്റെ പോസിറ്റീവാണ് ഫസ്റ്റ് ഫിലിം. അതിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അതിനുശേഷം അതിൽ നിന്ന് എന്നെ സ്വാമി സാറാണ്, എസ് എൻ സ്വാമി സാറ് എന്താ പറയുക ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് ആ ഒരു ക്യാരക്ടർ മീൻസ് ത്രൂ ഔട്ടൊന്നുമില്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ഫുൾ സ്റ്റോറി പോകുന്നത്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ജ്യോതി എന്ന് പറഞ്ഞ ക്യാരക്ടർ പോസിറ്റീവിൽ. അപ്പോൾ എന്താ പറയുക, എനിക്ക് പടം ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അവസരം കിട്ടി, എന്നാൽ ചുമ്മാ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തതാണ് പോസിറ്റീവ്. പക്ഷെ അത് എനിക്ക് നല്ലൊരു ബാനറിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് അതിലൊരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നിയത്. എക്സ്ക്യൂസ് മീ, എന്നെ ഓർക്കുന്നില്ലേ? അന്ന് ബാംഗ്ലൂരിന്ന് ബസ്സിൽ വെച്ച് സുഖമില്ലാതെയായി എന്നെ ഒരു നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തില്ലേ? അതെന്താ എന്റെ മേത്ത് ഛർദിച്ച കാര്യം വിട്ടുപോയത്? മറന്നത് താനാ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. സോറി, ഡ്രിപ്പിനിടയിൽ വീണ്ടും ഞാൻ ഛർദിച്ചു. അവിടെയാണെങ്കിൽ പ്രോപ്പർ ഡോക്ടറോ മെഡിസിനോ ഇല്ല. ഭാഗ്യത്തിന് ആ സമയത്ത് ഏട്ടനെ അടുത്തിമേ വന്നത്. അവര് വന്ന കാര്യത്തിന് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ നിങ്ങളെ അന്വേഷിച്ചു. നഴ്സ് പറഞ്ഞു നിങ്ങൾ രാവിലെ പുറത്തേക്ക് പോയെന്ന്. കൂടുതലൊന്നും അവർക്ക് അറിയില്ലെന്ന്. ആര് പറഞ്ഞു ഞാൻ പറയാതെ പോയതെന്ന്? വാച്ച്മാനോടെല്ലാം പറഞ്ഞിട്ടാ ഞാൻ പോയത്. ആ രാത്രി മുഴുവൻ ഒരു പരിചയവും ഇല്ലാത്ത സ്ഥലത്താ ഞാൻ നിങ്ങൾക്ക് കാവലെന്ന്, ജസ്റ്റ് ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ. യു നോ വൺ തിങ്, എന്റെ പേഴ്സിലെ അവസാനത്തെ നോട്ട് വരെ ഞാൻ ഇവിടെ കെട്ടി, തനിക്ക് വേണ്ടി. നേരം വെളുത്തപ്പോ ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല. ഞാനൊരു ATM തേടി പോയതാ. ഞാനെന്തിനു പറയാതെ ഒളിച്ചോടണം? ശരിയാ, തെറ്റ് എന്റെ ഭാഗത്താ. പോകുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ടിട്ടേ പോകാവുള്ളൂന്ന് ഞാൻ ഏട്ടനോട് പറയണമായിരുന്നു. ഞാനത് പറഞ്ഞില്ല. ഞാനാ തെറ്റുകാരി. താങ്ക്സ്, ഇപ്പോഴെങ്കിലും തെറ്റ് റിയലൈസ് ചെയ്തല്ലോ. ഒരു ന്യൂ കമർ ആണ് എന്നുള്ളൊരു ഫീലില്ലാതെ VKP ആണെങ്കിലും നമ്മളെ ട്രീറ്റ് ചെയ്തത് ആ രീതിയിലാണ്. ഒത്തിരി ഭയങ്കര ഫ്രീ ആണ് VKP, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ബൈക്ക് ജോയ്സ് സെറ്റായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു ആ സെറ്റിൽ വർക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പോഴും മറക്കാൻ പറ്റില്ല അതിലെ ഓരോ ഷോട്ട്. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഷോട്ടിന് എന്നെ വിളിച്ചതൊക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഫസ്റ്റ് ഡേ എന്നെ വിളിച്ച് സ്ക്രിപ്റ്റ് തന്നത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് VKPയുടെ അസിസ്റ്റൻറ്റ് വന്ന് പറഞ്ഞു, അനന്യ VKP വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെന്ന് അവിടെ ചെന്ന് എന്താ VKP വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ VKP പറഞ്ഞു, ഒന്നുമില്ല, നീ ഇവിടെ നിൽക്കണം, ഇങ്ങനെ ഒരു ബുക്ക് മറിക്കുന്ന ഒരു ഷോട്ടായിരുന്നു. ബുക്ക് മറിച്ചുകൊണ്ടിരിക്കണം, അപ്പോൾ സ്കന്ദ നോക്കും, അപ്പം നീ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു നമുക്ക് ചുമ്മാ നോക്കാം എന്ന് പറഞ്ഞ് നോക്കി. പക്ഷെ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് വച്ചിരുന്നു, അത് ടേക്ക് പോയി. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കയ്യൊക്കെ ഇടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ബുക്ക് മറിക്കാൻ ഇത്ര കൈയടിയോ, അങ്ങനെ ഒരു ഇതായി. പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞ VKP ടെൻഷൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫസ്റ്റ് ഷോട്ട് വെച്ചത്. ചിലപ്പോൾ എന്നെ ചിലപ്പോൾ അതുമായിട്ട് എന്താ പറയുക ഭയങ്കര ബോധേഡായിട്ട് നിന്നിരുന്നെങ്കിൽ അതിലേക്ക് തന്നെയായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക ടെൻഷൻ എങ്കിൽ എനിക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഷോട്ടിനൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും ചിലപ്പോൾ ആ ഷോട്ട് എത്ര തവണ ചെയ്താലും ചിലപ്പോൾ ശരിയാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് എനിക്ക് അതിലൂടെ കിട്ടി. എൻ്റെ ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്ത് ഞാനൊരു സീൻ ഒരു ഷോട്ട് ചെയ്തതാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അറിയാതെ ചെയ്ത ഒരു സംഭവമാണ് അതൊക്കെ.